നമസ്കാരം. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ഗവൺമെൻറ് LP സ്കൂൾ കെട്ടിടത്തിൻ്റെ സീലിംഗ് തകർന്നു വീണു. ബുധനാഴ്ച പുലർച്ചെ 1:30 സംഭവം. സ്കൂൾ ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സീലിംഗാണ് പൂർണ്ണമായും തകർന്നു വീണത്. സംഭവം നടക്കുമ്പോൾ സ്കൂളിൽ കുട്ടികളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ശക്തമായ മഴ മൂലം ഇന്ന് തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് കളക്ടർ അവധി നൽകിയിരുന്നു. സാധാരണ പ്രവൃത്തി ദിനങ്ങളിൽ നേരത്തെ എത്തുന്ന കുട്ടികളെ ക്ലാസ് തുടങ്ങുന്നതുവരെ ഈ ഹാളിലാണ് പതിവായി ഇരുത്തിയിരുന്നത്. സ്കൂൾ അസംബ്ലിയും ഇവിടെയാണ് നടത്താറ്. അപകടത്തിൽ ഹാളിലെ ഫാനുകൾ, ട്യൂബ് ലൈറ്റുകൾ, കസേരകൾ എന്നിവയെല്ലാം നശിക്കുകയും ചെയ്തിട്ടുണ്ട്. മരപ്പട്ടി കാരണമാണ് സീലിംഗ് തകർന്നു വീണതെന്ന ന്യായീകരണമാണ് സ്കൂൾ അധികൃതർ മുന്നോട്ട് വെക്കുന്നത്. 54 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ആധുനിക സീലിംഗാണ് ഇന്ന് പുലർച്ചെ മുഴുവനായി താഴേക്ക് പതിച്ചത്. 2023 ഹാൾ ഉദ്ഘാടനം ചെയ്തത്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അശാസ്ത്രീയമായാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും നേരത്തെയും തകരാറുകൾ ചൂണ്ടിക്കാട്ടിയതാണെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ മാസം 31 PTA യോഗത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചിരുന്നു. അതേസമയം കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണതും കഴിഞ്ഞ മാസമാണ്. അപകടമുണ്ടായത് അവധി ദിനമായതിനാൽ അന്നും വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. അന്നും വലിയ പ്രതിഷേധമുയർന്നിരുന്നു. 150 വർഷത്തോളം പഴക്കമുള്ള പഴയ കെട്ടിടം അന്ന് രാവിലെ 8-നാണ് തകർന്നു വീണത്. ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതിരുന്നതിനാൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരുന്നില്ലെന്നായിരുന്നു സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത്. എങ്കിലും ക്ലാസുകൾ നടന്നിരുന്നുവെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വെളിപ്പെടുത്തിയതും ചർച്ചയായിരുന്നു. ഇതുകൂടാതെ കടമനിട്ടയിലെ സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങളും തകർന്നു വീണതും വാർത്തയായിരുന്നു. പത്തനംതിട്ട കടമനിട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പഴയ കെട്ടിട ഭാഗങ്ങളായിരുന്നു തകർന്നത്. 2 വർഷത്തോളമായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. പൊളിച്ചു മാറ്റാൻ വെച്ച കെട്ടിടമാണ് തകർന്നതെന്നായിരുന്നു അന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് പൊളിച്ചു മാറ്റാനോ അടിയന്തര അറ്റകുറ്റപ്പണി നടത്താനോ ആയി 2000-ഓളം സ്കൂൾ, ആശുപത്രി, അംഗനവാടി കെട്ടിടങ്ങളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ട്. മനോരമയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വിവിധ വകുപ്പുകൾ അവതരിപ്പിച്ചതാണ് ഈ ഞെട്ടിക്കുന്ന കണക്കെന്നാണ് വാർത്ത പറയുന്നത്. സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ മാത്രം 615 എണ്ണം ഉണ്ടെന്ന് തദ്ദേശ വകുപ്പ് വിവരശേഖരണത്തിൽ കണ്ടെത്തി. എയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ കണക്കുകൾ ശേഖരിച്ചിട്ടില്ല. 38,000 അംഗനവാടി കെട്ടിടങ്ങൾ ഉള്ളതിൽ 1300 എണ്ണത്തിന് ബലക്ഷയമോ അപകടാവസ്ഥയോ ഉണ്ട്. ഇതിലേറെയും ഇതുവരെ ഫിറ്റ്നസ് പരിശോധന നടത്താതെ സർക്കാർ നിർമ്മിത കെട്ടിടങ്ങളാണ്. താലൂക്ക്, ജില്ലാ മെഡിക്കൽ കോളേജ്, ആശുപത്രി വളപ്പുകളിലായി 55-ൽ പരം കെട്ടിടങ്ങളും ബലക്ഷയമുള്ളവയാണെന്ന് യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളിൽ ബലക്ഷയമുള്ളവ 585 എണ്ണമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. അതേസമയം സ്കൂളുകളിൽ ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ ദുരന്ത നിവാരണ വകുപ്പിനായിരുന്നു മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. അടുത്തിടെ ബലഹീനമായ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണ നിരവധി അപകടങ്ങളുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ഉന്നതതല യോഗം ചേർന്നത്. ഇതുകൂടാതെയാണ് ഇന്ന് തൃശ്ശൂരിലും സീലിംഗ് പൊളിഞ്ഞു വീണ സംഭവം ഉണ്ടാകുന്നത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ച് നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കാനെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പൊളിച്ചു മാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയും വരെ ക്ലാസുകൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. ഇതോടൊപ്പം അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെയും വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ ഉണ്ടാകും. ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധന സംവിധാനം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു.